ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് പോകണം കേട്ടോ. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ വണ്ടി വെക്കാനുള്ള സ്ഥലം പോലില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, സ്വർഗമല്ലേ. നേരെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപ്പോൾ വലുതായിട്ട് കാണാൻ ഒന്നുമില്ല എന്ന് വിചാരിക്കേണ്ട. കുറച്ച് അങ്ങോട്ട് പോയതാ ഈ കാണുന്ന ഭീകരന്മാരൊക്കെ കിടക്കുന്ന സ്ഥലമാണിത്. പിന്നെ കളിക്കാനുള്ള സ്ഥലങ്ങളാണെങ്കിലും കുറേയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. വന്നാൽ കുറേ നേരം ടൈം പോകാൻ ഇതൊക്കെ തന്നെ മതി. ഇനി നമുക്ക് കയറാനുള്ള സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് രണ്ടാൾക്കാർ വരാറുള്ളതുകൊണ്ട് നമ്മളവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലത്തൊക്കെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ആൾക്കാർ കേട്ടോ. ആദ്യമായിട്ട് തന്നെ പാമ്പിനെ തൊടുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണെങ്കിലും വലുതായിട്ട് പേടിയൊന്നും തോന്നിയില്ല. അതിനു വേണ്ടി എൻ്റെ അമ്മച്ചി അവിടെ കിടന്നിട്ടാണെങ്കിൽ കാറി കൂവുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേറെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ഇനി തലയിൽ നിൽക്കുന്ന ആളെ കിട്ടാൻ ഭയങ്കര പണിയാണ്. അയാൾ കയ്യിലിരിക്കണേ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ച് നേരം വാവ സുരേഷ് അവൻ നോക്കിയെങ്കിലും ഇത് കറക്റ്റ് മേലെത്തുമ്പോൾ നാവ് നീട്ടുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, പാമ്പല്ലേ, അത് അതിൻ്റെ വഴിക്കല്ലേ നടക്കൂ. അതുപോലെ തന്നെ അത് അനിയത്തി കിടന്നിട്ട് കഴുത്ത് മുറുക്കുണ്ടുമ്മാന്ന് പറഞ്ഞിട്ട് കരയേനു. ഇനി ഇവർ കയ്യിലിരിക്കണേ ഇവരെ ഫുഡ് ഉണ്ട്, അത് കൊടുക്കണം. ഈ ജന്തു ചെറുക്കനാണെങ്കിൽ വന്നിട്ട് ഇതിൻ്റെ ഫുഡൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയാണ്. എനിക്കൊന്നാ പിടിക്കണ്ട, ഇവർ മാത്രം പിടിച്ചാൽ മതിയോ? എന്താ എൻ്റെ വിചാരമോ? ഇവന്മാരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു. കണ്ടില്ലേ, മഞ്ഞളെല്ലാം അട്ടത്ത് കയറിയിരിക്കുകയാണ്. അതിന് വേണ്ടി പച്ചവളാണെങ്കിൽ കൈ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ പിന്നെ കുറേ മീനുകളുണ്ട്, നമുക്ക് കൈ കൊണ്ടോടാം. ഞാനാണെങ്കിൽ അവരൊക്കെ പറ്റിക്കുകയും ചെയ്ത്. തീറ്റല്ലാണ്ടാണ് ഞാൻ കൊണ്ടേ കൈയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഇട്ട് നേരെ വീട്ടിൽ കിട്ടിട്ടോ. അപ്പോൾ ശരി, ബാക്കി നാളെ.